ഇസ്രയേലിനെതിരെ അറബ് ഇസ്ലാമിക് ഐക്യമുന്നണി നീക്കമുണ്ടാകുമോ എന്ന് ഇന്നറിയാം. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ഖത്തറിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ കടുത്ത പ്രതികരണവുമായിട്ടാണ് അറബ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നത്. ഇസ്രയേലിന് ശക്തമായിട്ടുള്ള മറുപടി നൽകുമെന്നും ഖത്തർ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ ഖത്തറിന് മേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഉച്ചകോടിയിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ഉള്ളടക്കത്തിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഒരു സംഘടിതമായിട്ടുള്ള നീക്കം തള്ളിക്കളയാനാകില്ല എന്നാണ് അറബ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ സൂചിപ്പിച്ചിരുന്നത്. ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി പറഞ്ഞിരുന്നു. ഗസയ്ക്ക് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കണ്ടില്ല എന്ന് നടിക്കുന്നതിലൂടെ യുദ്ധം മറ്റൊരു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നും ഖത്തർ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി. അന്താരാഷ്ട്ര സമൂഹം തുടരുന്ന നിശബ്ദതയും നിഷ്ക്രിയത്വവുമാണ് കുറ്റകൃത്യങ്ങൾ തുടരാൻ ഇസ്രയേലിലേക്ക് ധൈര്യം നൽകുന്നത് എന്നാണ് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ ഗെയ്റ്റ്സിന്റെ പ്രതികരണം. ഇതിനിടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് കഴിഞ്ഞ ദിവസം ദോഹയിൽ എത്തിയിരുന്നു. നയതന്ത്ര സമ്മർദ്ദമാണോ സൈനിക നടപടിയാണോ അറബ് രാജ്യങ്ങളുടെ അടുത്ത നീക്കം എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്.